ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ നിരന്തരമായി അനുഗ്രഹം എന്നുള്ള പദത്തെ വിവക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നാം അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായിട്ടുമൊക്കെ ഒരു വ്യക്തി എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇത് മാത്രമാണ് വളരെ ലളിതമായി നാം ചിന്തിക്കാനിടയായി തീർന്നത്. എന്താണ് അനുഗ്രഹം എന്നുള്ളത് എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കാനിടയായി തീർന്നത്. അതിൽ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് നമുക്ക് അഥവാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൽ വരുന്ന സമാധാനവും സമൃദ്ധിയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും സൗഖ്യവുമൊക്കെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഈ ദൈവിക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ബാധിക്കപ്പെടാത്ത അവസ്ഥ. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കാറ്റുകളുണ്ട്, തിരകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മെ ബാധിക്കുന്നില്ല. ഒരു പ്രത്യേക പരിധിയിൽ എൻ്റെ അടുക്കിലേക്ക് വന്നതിന് ശേഷം അതെന്നെ വിട്ടുമാറുകയാണ്. കാരണം ആർക്കും എന്നെ തൊടാൻ കഴിയാത്തതുപോലെ ഞാൻ കർത്താവിൽ സുരക്ഷിതനാണ്. ഇത് വളരെ ഭംഗിയായി ഇങ്ങനെയുള്ള ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലെ ദൈവിക സുരക്ഷയെ ചിത്രീകരിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ നാം സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രവാചക പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവിക അനുഗ്രഹം അത് നമ്മെ വർദ്ധിപ്പിക്കുന്നു, അത് നമുക്ക് സമാധാനം നൽകുന്നു, അത് നമുക്ക് ആരോഗ്യം നൽകുകയാണ്, ഭാവിക്കുള്ള പ്രത്യാശ നൽകുന്നു, നാം കരം തൊടുന്ന സകലതിനെയും വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ നാം കേട്ടതിന് ശേഷം ഇന്ന് നാം വീണ്ടും ചിന്തിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാതലായ ഒരു നന്മ എന്താണെന്നറിയാമോ? നമുക്ക് ലഭിക്കുന്ന ഒരു ഡിവൈൻ ഗൈഡൻസ്, എന്നുകൂടി പറഞ്ഞാൽ മാർഗനിർദ്ദേശം. ജീവിതത്തിൻ്റെ എല്ലാ വഴിത്താരകളിലും നമുക്ക് മുൻപോട്ട് പോകുവാൻ ഒരു ഡയറക്ഷൻ ആവശ്യമാണ്. അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതാണ് ഉത്തമം, എന്തിനെയാണ് നിരാകരിക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തക്ക സമയത്ത് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവം അവനോട് സംസാരിക്കും. അങ്ങനെയുള്ളൊരു ദൈവപൈതൽ ഒരു പ്രതിസന്ധിയിലാകപ്പെട്ടാൽ ക്ലിപ്തവും വ്യക്തവുമായ ദൈവിക ശബ്ദത്താൽ ആ പ്രതിസന്ധികൾക്കകത്ത് നിന്ന് ദൈവം അവനെ പുറത്തെടുക്കും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പ്രവചന പുസ്തകങ്ങൾ പറയുന്നുണ്ട്, യഹോവ നിനക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് നിന്റെ പക്കൽ മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, ഇതാകുന്നു വഴി, ഇതിലേ പോവുക. യേശു ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഒന്നുകൂടി പറഞ്ഞാൽ മാർഗനിർദ്ദേശങ്ങളെ അവൻ പ്രാപിക്കും. അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ലക്ഷണമാണ് നിരന്തരമായ ദൈവിക സംസാരം. ദൈവം നമ്മോട് സംസാരിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉളവാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അവരോട് തന്നെ സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇക്കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച, ക്രിസ്തുവിൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച, അല്ലെങ്കിൽ വചനത്തിൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച നിങ്ങളുടെ പിതാവായ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എങ്ങനെ? ഒരു അപ്പൻ ഒരു മകനോട് ഇടപെടുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ നമ്മോട് ദൈവത്തിന് ഇടപെടുവാനുണ്ട്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്, മാർഗനിർദ്ദേശങ്ങളെ ദൈവം നൽകുന്നു ഒരു അനുഗ്രഹിക്കപ്പെട്ടവനോടുള്ള ബന്ധത്തിൽ. ഫിലിപ്പിയർ 4:19 അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി വിശ്വാസികളെ അനുഗ്രഹിക്കുകയാണ്. അതൊരു അനുഗ്രഹത്തിന് നിറവാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അവിടെ അപ്പോസ്തലൻ അനുഗ്രഹത്തെ വിവക്ഷിക്കുകയാണ്. നിറഞ്ഞ ഹൃദയത്തോടെ താൻ ആ സഭയെ അനുഗ്രഹിക്കുന്നു. കാരണം തൻ്റെ സുവിശേഷ യാത്രകളിൽ, തൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ ഫിലിപ്പിയ സഭ തന്നെ സാമ്പത്തികമായി സഹായിച്ചു. താൻ മറ്റു ചില സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും മിഷണറി യാത്രയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴും 1-2 വട്ടം ആ സഭ പൗലോസ് അപ്പോസ്തലനെ സഹായിക്കുകയും തൻ്റെ മനസ്സിനെ തണുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ദൈവിക അനുഗ്രഹം അപ്പോസ്തലൻ അവരാൽ പ്രാപിച്ചതുകൊണ്ട് താൻ അവരെ അനുഗ്രഹിക്കുന്ന ഈ വണ്ണമാണ്: നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവന് മുട്ടുണ്ടാകുകയില്ല. നമ്മൾ 23-ാം സങ്കീർത്തനം പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഇങ്ങനെയാ പറയുക, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യ സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങൾ വന്നാലും ആ സമയത്ത് എൻ്റെ കരത്തിൽ അതുണ്ടായിരിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ. പ്രൈസ് ഗോഡ്. ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തികഞ്ഞ വരമൊക്കെയും എല്ലാ നല്ല ദാനങ്ങളും വെളിച്ചങ്ങളുടെ പിതാവായവങ്കിൽ നിന്ന് വരുന്നു. ആമേൻ. ദൈവം തൻ്റെ മക്കൾക്ക് ഏറ്റവും തികഞ്ഞ വരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പനാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പനായ ദൈവം ഏറ്റവും നല്ലത് മാത്രം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നെന്ന്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഏറ്റവും നല്ലത് ആഗ്രഹിക്കുവാൻ നമുക്ക് കഴിയാറില്ല. ഉദാഹരണത്തിന് സുവിശേഷ വേലക്കാരായവർ പോലും പലപ്പോഴും ദൈവത്തോട് പലതും ചോദിക്കുന്നത് ഏറ്റവും നല്ലതല്ല. പ്രൈസ് ഗോഡ്. എൻ്റെ അടുക്കൽ ഈ പ്രാർത്ഥനാ വിഷയമായിട്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അവർക്ക് പ്രാപ്തിയില്ല, അവരത് ചിന്തിക്കാറുമില്ല. അതെന്തോ ഒരു അഹങ്കാരമാണ്, അത് ലോകക്കാരന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, ഞങ്ങൾക്കിതിലൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവമക്കളെ, ആ ചിന്ത തെറ്റാണ്. ദേശത്തിലെ മേൽത്തരമായത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ ദൈവം ദരിദ്രനല്ല, അവൻ സകലത്തിൻ്റെ ഉടയവനാണ്, സകലതും സൃഷ്ടിച്ചവനാണ് ദൈവം. പ്രൈസ് ഗോഡ്. ഈ മിസ്രയീം ദേശത്തെത്തിയ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ, ദേശത്തിൽ ഏറ്റവും കണ്ണായിട്ടുള്ള ദേശത്ത് അഥവാ ഗോശൻ ദേശത്ത് തന്നെ ആ ദേശത്തിൻ്റെ നന്മ അവരനുഭവിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇത് നമുക്കും ബാധകമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ചാൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ മേൽത്തരമായത് നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ. അപ്പം നമ്മുടെ വികലമായ കാഴ്ചപ്പാടാണ് ഭൗതികമായതിൽ ഏറ്റവും തരം താഴ്ന്നതും ആത്മീയമായതിൽ ഏറ്റവും മേൽത്തരമായതും നമുക്ക് ദൈവം നൽകുമെന്നുള്ളത്. അങ്ങനെ തിരുവചനം പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. നാം സമ്പന്നന്മാരാകുവാൻ വ്യഗ്രത കാണിക്കരുത്. അത് ബൈബിൾ അതിനെ വെറുക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് കടന്നു പോകരുത്. ബൈബിൾ അതിനെ വെറുക്കുന്നു.
ലോകം വിലപ്പെട്ടതെന്ന് പറയുന്ന പലതും ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹരം. അതിനെയും ബൈബിൾ താക്കീത് ചെയ്യുന്നു. എന്നാൽ മെച്ചപ്പെട്ടതും ഉദാത്തവുമായത് നമുക്ക് ദൈവം നൽകുന്നത് ദൈവവചന പ്രകാരം ശരി തന്നെയാണ്. ഒരു ദൈവവൈതലായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതും നല്ലതുമായ അനുഗ്രഹങ്ങൾ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് തന്നെയാണ്. കാരണം നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ ദിവസങ്ങൾ യുലോഗിയ എന്താണെന്നാണ് ചിന്തിക്കുന്നത്. ഇനി എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത് ഭക്തന്മാർ? നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിയ അനുസരണത്തെക്കുറിച്ച് വലിയ മതിപ്പ് ദൈവത്തിനുണ്ടായിരുന്നുകൊണ്ട് ദൈവം അബ്രഹാമിനെ അളവില്ലാതെ അനുഗ്രഹിച്ചു. അപ്പൊ ഈ നിരന്തരമായ ദൈവിക ആജ്ഞകളോടുള്ള അനുസരണം അതൊരു ഭക്തനെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇസഹാക്കിനോട് ദൈവം ഓർപ്പിക്കുന്ന അതിൻ്റെ 26 അധ്യായത്തിലാണ്. 3 മുതൽ ഉള്ള ഭാഗങ്ങൾ തന്നെ ഞാൻ വായിക്കാം. ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ ആ വാക്യം കണ്ടോ? ദൈവം ഒരു മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, അനുഗ്രഹിക്കുവാൻ വേണ്ടി തന്നെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. വീണ്ടും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എത്ര മനോഹരമായ ഒരു അനുഗ്രഹമാണിവിടെ. അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ദൈവം പറയുന്നു, ഇസഹാക്കിന്റെ കൂടെ ഞാൻ ഇരിക്കും. നീ താമസിക്കുന്നിടത്ത് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ആ ദേശം നിനക്ക് ഞാൻ ഇടമായി തരും. ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ അനുഗ്രഹങ്ങളുടെ പട്ടിക നാം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിൽ നാം അനുഗ്രഹിക്കപ്പെടുമെന്ന് നാം ചിന്തിക്കുമ്പോൾ, നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരു ഭക്തന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ദൈവ വേലക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. കാരണം ഒരു ഭക്തനോടുള്ള ദൈവ അനുഗ്രഹത്തിന്റെ വലിപ്പമേറിയ പ്രകടനമാണ് അപ്പന്മാരോടുള്ള നീതി, മക്കളുടെ മേൽ കണക്കിട്ട് അവരെ അനുഗ്രഹിക്കുക എന്നുള്ളത്. സ്തോത്രം. അപ്പൊ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. പ്രൈസ് ഗോഡ്. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. അബ്രഹാമിന്റെ വിശ്വാസവും അനുസരണവും അതിനെ ദൈവം വാല്യൂ ചെയ്യുക. അതെ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവനാമത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും ദൈവം വാല്യൂ ചെയ്യും. കർത്താവ് അങ്ങനെ തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഒരു ദൈവ പൈതൽ ദൈവനാമത്തെ പ്രതി തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങളെയൊക്കെ നമ്മുടെ ദൈവം വിലമതിക്കും. അതൊന്നും വൃഥാവല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രൈസ് ഗോഡ്. യിരെമ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 17 അധ്യായത്തിൽ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. ഒരു അനുഗ്രഹത്തിന്റെ ചിത്രം അവിടെ വരയ്ക്കപ്പെടുകയാണ്. യിരെമ്യാവ് 17 ആ വാക്യമുള്ളത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും
ആറ്റരിക വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇവിടെ ഒരു ദൈവഭക്തനെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരു വൃക്ഷത്തോട് ഉപമിക്കുക. ആ വൃക്ഷം സീസണലല്ല. ചില കാലങ്ങളിൽ അത് ഇല കൊഴിക്കത്തില്ല, ചില കാലങ്ങളിൽ മാത്രം പുഷ്പിക്കുകയില്ല. എല്ലാ കാലത്തും ഫലം തരുന്നൊരു വൃക്ഷമായിരിക്കും. പ്രൈസ് ഗോഡ്. ഒരു ഭക്തന്റെ നന്മയോ അനുഗ്രഹങ്ങളോ മുടക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പ്രൈസ് ഗോഡ്. ഇത് കർത്താവിനെ ആ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളമാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 21 മുതലൊക്കെ താലന്ത് കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവർ, 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്, ഇതൊക്കെ ഏൽപ്പിക്കപ്പെട്ടവർ അവരുടെ ആ കാര്യവിചാരകത്വത്തിൻ്റെ വിശ്വസ്തത അനുഗ്രഹമായി അവരുടെ മേൽ കണക്കിടുകയാണ്. പ്രൈസ് ഗോഡ്. അവിടെയും അനുഗ്രഹിക്കപ്പെട്ട ചിലരെ കാണുകയാണ്. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ സ്നേഹത്തോടെയും ആദരവോടെയും ചില ദാസന്മാരെ യജമാനൻ വിളിക്കുക എന്ന് പറഞ്ഞ ഒരു റിവാർഡ് നൽകുക. സ്തോത്രം. ഇവിടെയെല്ലാം നാം കാണുന്നത് അനുഗ്രഹത്തെക്കുറിച്ചാണ്. ദൈവികമായ അനുഗ്രഹം, വർധനവ്, സമാധാനം, സൗഖ്യം, മാർഗനിർദ്ദേശം, ഇതോടൊപ്പം അത്ഭുതമായ കരുതലുകൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം പറയുന്നു. അതെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് അത്ഭുതകരമായ കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത് മാനുഷികമല്ല, നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്, നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ്. ഈ ദൈവമക്കൾ ഓരോരുത്തരുടെ ജീവിത പന്ഥാവുകൾ പരിശോധിച്ചിട്ട് അവരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ ഓരോരുത്തരെയും ദൈവം നടത്തുന്ന ഒരു യുണീക്ക് വേയിലാണ്. മറ്റാരെയും നടത്താത്തതുപോലെ, മറ്റാർക്കും അങ്ങനെ ഒരു അത്ഭുതത്തെ അവകാശപ്പെടാൻ കഴിയാത്തതുപോലെയാണ് നടത്തുന്നത്. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ തക്ക സമയത്ത് ഉളവാകുന്ന ആ ദൈവിക കരുതലുകൾ അങ്ങനെയാണ്. സ്തോത്രം. അത്ഭുതകരമായ ദൈവിക കരുതലുകൾ. ചില വിഷയങ്ങളിൽ വല്ലാതെ ഭാരപ്പെട്ട് മനം കലങ്ങി എന്തായിത്തീരും എന്നൊക്കെ ഭാരപ്പെട്ടതിന് ശേഷം വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ദൈവകരത്താൽ വെളിപ്പെട്ട് വരുന്ന ചില നന്മകൾ അനുഭവിച്ചിട്ട് ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ച അനേക ഭക്തന്മാരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം പറയുന്നൊരു സാക്ഷ്യമുണ്ട്: ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ തുണയില്ലാതെ ഇരിക്കയില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആശ്വാസം അറ്റിരിക്കയില്ല. ഏതെങ്കിലും പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നുപോയാലും തക്ക സമയത്ത് ഒരുക്കപ്പെടുന്ന ആ ദൈവകരത്തിൻ്റെ വിശ്വസ്തത അവരോടൊപ്പം ഉണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ കർത്താവ് എന്ത് വിശ്വസ്തനാണ്. ആമേൻ. അപ്പൊ യുലോഗിയ അനുഗ്രഹം. ഇനി ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആമേൻ. അപ്പൊ പഴയ നിയമത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്, വർദ്ധിക്കപ്പെട്ടത്, ദേശത്ത് പടർന്നത്, ഇതൊക്കെ അനുഗ്രഹങ്ങളിൽ പെടുമ്പോഴും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി മുഖാന്തരം സകല ഭൂമിയും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ ഈ സന്തതി ആരാണ്? ഗലാത്യലേഖനം പറയുന്നു ആ സന്തതി ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചത്
അതാണ് എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും വലിയ അനുഗ്രഹം. സ്തോത്രം. യേശു കർത്താവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും, നാം പുത്രത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കും എന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വലിയ ഉറപ്പ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ശരീരം മരണശേഷം ഉയർപ്പിക്കപ്പെടുമെന്നും നാം ദൈവസന്നിധിയിൽ നിൽക്കുമെന്നുള്ളതിൻ്റെ തെളിവായി സ്വീകരിക്കുവാൻ ബൈബിൾ നമ്മോട് പറയുന്നു. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടി പിതാവിൻ്റെ സന്നിധാനത്തിൽ നിർത്തും. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവൻ. ആമേൻ. ആ നിത്യജീവൻ ഇന്നേ പ്രാപിച്ചവർ, അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ആ അമർത്യ ശരീരം, ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ അച്ചാരമായിട്ടാണ്, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നാം പഠിച്ചു വന്നത് ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാം ഒരു ഭക്തൻ വർദ്ധിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവാനുഗ്രഹം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ സമൃദ്ധികളും ദൈവിക അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കെ, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന നമ്മുടെ ശാരീരിക രൂപാന്തരം എന്നുള്ള, അല്ലെ നമ്മുടെ തേജസ്കരണം എന്നുള്ള ആ വലിയ പ്രത്യാശയിൽ നാം സന്തോഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇനിയും എന്താണ് ആ ദൈവാനുഗ്രഹത്തിൻ്റെ സ്റ്റുവാർഡ്ഷിപ്പ്? സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പ്രവൃത്തികളിലൂടെ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നാം നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും സന്തോഷിക്കുകയും തൃപ്തി പ്രാപിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ ഒരു മാധ്യമമായി ഉപയോഗിക്കുകയാണ്. അപ്പം തിരിച്ചറിവോടെ നമുക്ക് ദൈവകരങ്ങളായിരിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച വിധത്തിനുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ലോകത്തിന് വെളിച്ചവും ഈ ഭൂമിക്ക് ഉപ്പുമായി അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായ സ്തോത്രം. ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെടുകയും അവരനുഗ്രഹമായി തീരുകയും ചെയ്യുവാൻ അങ്ങിടയാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ അനുഗ്രഹവും കർത്താവിൻ്റെ കൃപയും എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.